ഹായ് ഓൾ, ആധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും റീഡിങ്സ് കാണുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കതിൽ റെസനേറ്റ് ആവുന്നെടുത്തിട്ട് കാണാവുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ത്രോട്ടിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പേഴ്സണലായിട്ട് റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. കണ്ണുകളടച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? Universe, please guide us. Universe, please guide us. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ദ ടവർ എന്ന് പറയുന്ന ഒരു എനർജിയും ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു എനർജിയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതൊരു സോൾ കണക്ഷനാണ്. ഒരിക്കലും വേർപിരിയാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഈ ഒരു ബന്ധത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിനു മുൻപും ഈ ബന്ധം വിട്ടുപോയിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ മാറി നിന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പിന്നീടും വീണ്ടും ഈ ഒരു ബന്ധം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും അപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ ബന്ധം രണ്ടുപേർക്കും വിടാൻ സാധിക്കത്തില്ല എന്ന്. ഈ വ്യക്തി വിട്ടുപോവോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാരണം ഇതിനു മുൻപും ഈ പേഴ്സൺ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ റീഡിങ് കൂടുതലായിട്ടും റെസനേറ്റ് ആവുന്നത് പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാർക്കാണ്. ഒരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ യാതൊരു അറിവുകളും ഇല്ല. മെസ്സേജ് ചിലപ്പോൾ അയച്ചെങ്കിൽ പോലും അത് നോക്കുന്നു, പക്ഷെ റിപ്ലൈ ഇല്ല. അപ്പോൾ അവരുടെ ഒരു നിലപാടുകൾ എന്താണെന്നും അവരുടെ ഒരു മനസ്സെന്താണെന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ് വരുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫിൽ പോയി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ റീഡിങ് റെസനേറ്റ് ആവത്തില്ല. കാരണം പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കാണ് ഇത് ഉചിതമാകുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സെന്ന് പറയുമ്പോൾ
പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വ്യക്തി ഒരിക്കലും വിട്ടു പോകത്തില്ല, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നമ്മളെ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇഷ്ടം, അവർക്ക് മനസ്സുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ ജീവനാണെന്ന് പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു കാര്യം നോക്കാൻ നേരത്ത് അവർ ഭയങ്കരമായിട്ടും ദേഷ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ദേഷ്യം, അതുപോലെ തന്നെ അവർ കുറച്ച് ചില സമയങ്ങളിൽ ഒരു സെൽഫിഷായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. സെൽഫിഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു. നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, അതവരുടെ ഫ്രണ്ട് ആണെങ്കിലും റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിലും മാരേജ് ചെയ്ത ഒരു പേഴ്സൺ ആണെങ്കിലും, അവരുടെ ഒരു ഫീലിങ്സ് ഈ പേഴ്സൺ മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് അവരുടെ ഒരു ദേഷ്യവും അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. എന്നാൽ അതേസമയം പിന്നീട് ഇതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ഒരേ രീതിക്കല്ല പോകുന്നത്, ഒരേ മനസ്സോടുകൂടി പോകുന്ന ഒരു വ്യക്തിയല്ല. ഇവരുടെ മനസ്സെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ചില സമയങ്ങളിൽ ഭയങ്കര ദേഷ്യവും വരും, ചില സമയങ്ങളിൽ ഭയങ്കര സങ്കടവും വരും. ഈ ഒരു സമയത്തെന്ന് പറയുമ്പോഴും ഇവിടെ ഒരുപാട് നാളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അവരുടെ മനസ്സിന് ഒരിക്കലും ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവർ തീ തിന്ന് ജീവിക്കുവാണ് എന്നുള്ള രീതിക്കാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം. മനസ്സമാധാനമില്ല. നമുക്ക് പുറമേ നോക്കുമ്പം ഈ ഒരു പേഴ്സൺ ചിരിച്ച് കളിച്ചൊക്കെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ടാവാം. എന്നാൽ അവരുടെ ഒരു ദുഃഖം എത്രമാത്രം ഉണ്ടെന്ന് അവരുടെ മനസ്സ് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഒരു എനർജിക്കകത്ത് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു ഡിവൈൻ്റെ കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിച്ചേരാനുള്ള ഒരു ദൈവനിയോഗം ഉണ്ടായിട്ടുണ്ട് ഈ ബന്ധത്തിൽ. ഒരു നമ്മളുടെ ഒരു തകർച്ചയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നമ്മളെ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ഒരു രക്ഷിതനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് തകർന്നു നിന്നിട്ടുള്ളൊരു സമയമാവാം, ഇല്ലെങ്കിൽ പണപരമായിട്ടാവാം, അങ്ങനെ എന്തൊക്കെയോ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപോലെ ഈ വ്യക്തി അവരുടെ ജീവിതത്തിൽ നമ്മളെ ഒരു നിസ്സഹായൻ അല്ലെങ്കിൽ നിസ്സഹായമായിട്ട് കണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ചില വ്യക്തികളെ ആര് നോക്കുമ്പോൾ അത് നേരെ ഈ പേഴ്സണായിട്ടും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ആ ഒരു പേഴ്സൺ നമുക്ക് ഗുണമുണ്ടാവുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആവാം. അപ്പം അങ്ങനെ പരസ്പരം രണ്ടുപേരും സഹകരണവും അതുപോലെ തന്നെ സ്നേഹവും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അവിടെ പൂർണ്ണമായിട്ടൊരു സ്നേഹം കാണുന്നുണ്ട്. ഒരുപാട് ആത്മാർത്ഥത ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു അവരെന്നാണ് കാണപ്പെടുന്നത്. നിങ്ങളിലേക്ക് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു വിറയും, നമ്മുടെ കൈയും കാലൊക്കെ വിറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയം തോന്നുക, പലപ്പോഴും ആ വ്യക്തിയോട് സ്നേഹിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറുക, അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം അതിനർത്ഥം നിങ്ങളൊരു ഭയം, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് ഒരു സ്നേഹം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഒരു എനർജീസ് വരിക. സോ നിങ്ങളുടെ പേഴ്സണെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കണ്ട ഒരു സമയത്ത്
അതായത് നിങ്ങളുടെ ഒരു മീറ്റ് ചെയ്ത സമയത്ത്, നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ അത് ആ ഒരു പേഴ്സണെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കര എന്തൊരു വൈബ്രേഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതായത് അവർ നമുക്ക് കണ്ണെടുക്കാതെ നമ്മൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുമായിട്ട് എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു ഫോട്ടോയും, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലാകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേക ഒരു ഫീലിങ്സ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സണ് നമ്മളുടെ ഈ ഒരു എനർജീസിൽ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് ഇത്രയും സ്പ്രെഡ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡ് ഉണ്ട്. എന്നാൽ എന്താ പറയുക, മെയിനായിട്ടും ഈ വ്യക്തിക്ക് എന്താ പറയുക, അവരുടെ ഒരു ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒന്നിക്കണമെന്നാണ്. കാരണം നിങ്ങളിരിക്കുമ്പം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേട്ടങ്ങൾ എന്ന് മാത്രമല്ല, നേട്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം നിങ്ങളെ വെക്കുന്നു എന്നല്ല, പകരം നിങ്ങളില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഭയങ്കര എംപ്റ്റി ഫീലിങ്, അതായത് ഒന്നുമില്ല, ലൈഫിലൊന്നുമില്ല, ആരോ എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് ആണ് എപ്പോഴും ഇവർക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ അടുക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. പിന്നെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഈ പേഴ്സണിലേക്ക് പാസ് ആവുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രത്തോളം അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജീസ് അവരിലേക്ക് പാസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇവർക്ക് പലപ്പോഴും ഇപ്പോഴും ആ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നൊരു വൈബ്രേഷൻ പല ആൾക്കാർക്കും കുറേ നാൾ കഴിയുമ്പോൾ ഇവരെ വേണ്ട, അല്ലെങ്കിൽ അവരോടുള്ളൊരു സ്നേഹം കുറയും. പക്ഷേ ഇവിടെ സ്നേഹം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ ആ സ്നേഹത്തിന് കുറച്ചും കൂടെ വീര്യം കൂടിയിട്ടുണ്ട്. ആ സ്നേഹം കുറച്ചും കൂടെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉത്തേജിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ ഒരു മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വെപ്രാളവോ, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാത്തതിൻ്റെ ഒരു മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിത് പറയുന്നു ഞാൻ അവരിലേക്ക് പോകണം എന്നുള്ളൊരു ടെൻഡൻസി അവിടെ വർദ്ധിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് ഒരു പാവമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർ വളരെയധികം ദേഷ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഒരു സിംഹത്തെ പോലെ കിടന്ന് അലറുമെങ്കിലും, ആളൊരു മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പുലിയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ പോലെയാണ്. കാരണം നിങ്ങളുടെ സ്നേഹം, ഒരു പൂച്ചയ്ക്ക് ഇങ്ങനെ നമ്മൾ തലോടി കൊടുക്കുമ്പോൾ അതിന് ആ ഒരു കെയർ ചെയ്യുന്ന ആളെയാണ് ഇഷ്ടം, മറ്റാരടുത്ത് അത് പോകത്തില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ആ ഒരു കെയർ, നിങ്ങളുടെ സ്നേഹവും ഒന്നുമില്ലാത്തവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർ തീർത്തും വിശ്വസിക്കുന്നുണ്ട് ഇന്നും. അതാണ് അവർക്ക് ആ ഒരു ശൂന്യത അനുഭവപ്പെടാനുള്ള ഒരു ഇടയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പേഴ്സണ് ഭയങ്കര പശ്ചാത്താപം തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിന്നപ്പോൾ ശരിയാണ്, ആ ബന്ധം നല്ലതായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തോന്നുന്നത്. അയ്യോ വിടണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ഈ പേഴ്സണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. വിടണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒന്ന് പറയണ്ടായിരുന്നു, നിങ്ങളോട് കുറച്ച് ഒച്ച വെച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പം അത് നിങ്ങളുടെ മനസ്സിനിങ്ങനെ വല്ലാത്ത ഭാരം, നിങ്ങൾക്ക് ഇങ്ങനെ ദിവസവും നിങ്ങളുടെ മനസ്സിങ്ങനെ ഭാരമാണ്. എന്തോ ഒരു കാര്യം ഈ വ്യക്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തടിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ഇന്നും ഇതിപ്പോൾ മറക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനൊരു വേദന അവർ നൽകിയിട്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അവരോട് സ്നേഹമുണ്ട്, പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു സങ്കടം കാരണം ഈ വ്യക്തിക്കും തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അവർക്ക് വിഷമമായി കാണും എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു റീഡിംഗ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.